ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സർവീസിനെ പറ്റിയിട്ടോ കമ്പനീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടോ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന, ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഒരു യുണീക്ക് പ്രസൻസ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഉണ്ടാക്കാനായിട്ട് ബ്രാൻഡിങ് നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു ബ്രാൻഡിൻ്റെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രാൻഡിങ് ഒത്തിരി സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ബ്രാൻഡിങ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഈ ഒരു ബ്രാൻഡ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അത് അമുൽ എന്ന ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റിയിട്ടും ആളുകളുടെ മൈൻഡിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്ന, ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രാൻഡിങ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് കൊണ്ട് നിങ്ങൾ എന്താണ് മിഷനായിട്ട് കാണുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഈ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, പേഴ്സണാലിറ്റി എന്താണ്, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ USP എന്ന് പറയുമല്ലോ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ആ ഒരു ഫാക്ടർ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി മെൻഷൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തേണ്ടത്, എന്തിൻ്റെ റീസണിൻ്റെ മുകളിലാണ് ആളുകൾ അതിനെപ്പറ്റി അറിയേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ഡെമോഗ്രാഫിക്സും അതുപോലെ സൈക്കോഗ്രാഫിക്സും ആളുകളുടെ പർച്ചേസിങ് ഹാബിറ്റും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡിങ് എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് വിഷ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മൾ യൂഷ്വലി ഇപ്പോൾ അമുലിൻ്റെ ലോഗോ അല്ലെങ്കിൽ മിൽമൻ്റെ ലോഗോ, ഇതൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള വിഷ്വലി കാണാൻ നല്ല രസമുള്ള രീതിയിൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി എന്താണോ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് റെസണേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ലോഗോ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ലോഗോ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളേഴ്സ്, നിങ്ങളുടെ ബ്രാൻഡിനനുസരിച്ചിട്ടുള്ള ഫോണ്ടുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഭാവിയിൽ വേറെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിങ്ങിനൊക്കെ കണ്ടൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിഷ്വൽ എലിമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം ഒരേപോലെ തന്നെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പല്ലിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് മെസ്സേജിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂ എന്നുള്ളത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്രാൻഡ് മെസ്സേജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രാൻഡ് മെസ്സേജിങ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആളുകളുമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ അടുപ്പത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജോ ടൂണോ ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ളത് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റി ആളുകൾ അറിയണമല്ലോ. നിങ്ങൾ ബ്രാൻഡൊക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല, ആളുകൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചാനലുകൾ ഉപയോഗിക്കാം, മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് അഡ്വർടൈസിങ് ചെയ്യാം, പബ്ലിക് റിലേഷൻസ് ചെയ്യാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം, കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാം, ഇവൻറ്റുകൾ നടത്താം, അതുപോലെ സ്പോൺസർഷിപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജിങ്ങിൻ്റെ രീതിയുമായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്
നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലോഗോസ്, വിഷ്വൽ ഐഡൻറ്റിറ്റി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അമുലിൻ്റെ ഒക്കെ മാർക്കറ്റിംഗ് രീതികൾ എപ്പോഴും സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഇവരുടെ മാർക്കറ്റിംഗ് കോണ്ടൻറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് അവരുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ഷൻസ് കീപ്പ് ചെയ്യുക, അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു 2-way കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക. സോഷ്യൽ മീഡിയയിലാണെങ്കിലും കസ്റ്റമർ ഫീഡ്ബാക്കിനാണെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ചാനൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള കസ്റ്റമർ എക്സ്പീരിയൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആളുകളായിട്ട് നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി 7ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയാണോ ആളുകൾ പെർസീവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വെബ്സൈറ്റ്, പ്രൊഡക്ട്സ്, സർവീസസ്, പാക്കേജിങ്, കസ്റ്റമർ സർവീസ്, ഫിസിക്കൽ ലൊക്കേഷൻ അത് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എല്ലാത്തിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ടൈം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർവീസിൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, നെക്സ്റ്റ് ടൈം അവർ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും സെയിം ലെവൽ ഓഫ് ഗുഡ് എക്സ്പീരിയൻസ് തന്നെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആളുകളിൽ ഒരു ട്രസ്റ്റും അതുപോലെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ മുകളിലൊരു എന്താ പറയുക ഐഡൻറ്റിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർക്കത് കാണാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, നല്ല ഫുഡാണ്, നിങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഫാമിലിനായിട്ട് നിങ്ങൾ പോകാൻ തീരുമാനിച്ചു. പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ പോലെയല്ല, അതിൻ്റെ ക്വാളിറ്റി പറ്റ മോശമാണ് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ മുകളിലുള്ള ഒരു റിലയബിലിറ്റി ക്വസ്റ്റ്യൻ ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഫാക്ടറാണ് മോണിറ്റർ ആൻഡ് അഡാപ്റ്റ് എന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡിങ് എഫേർട്സ് കണ്ടിന്യൂസ്ലി നിങ്ങൾ മോണിറ്റർ ചെയ്യുക. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക, പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. നിങ്ങളുടെ ഡാറ്റ ഇൻസൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനായിട്ട്. എന്നിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടും കോമ്പറ്റേറ്റീവ് ആയിട്ടും മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേ ഒത്തൻറ്റിക് എന്നുള്ളത്. നിങ്ങളുടെ ബ്രാൻഡിങ് എഫേർട്സിൻ്റെ മുകളിൽ നിങ്ങൾ ഒത്തൻറ്റിക് ആയിട്ടിരിക്കുക, ജെന്യുവിൻ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂവിലും പ്രോമിസസിലും നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസ്തത പാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ മുകളിൽ ഒരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോങ് ടേം സക്സസ്സിന് കോൺട്രിബ്യൂട്ട് കൂടെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.